ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ നമ്മുടെ കണ്ടത്തിലേക്കുള്ള രണ്ടാമത്തെ വളമിടുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അപ്പം വളമൊക്കെ കൂട്ടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചില്ലായിരുന്നോ കണ്ടത്തിലേക്ക് വളമിടാൻ പോകുന്നത്. നേരത്തെ തൊട്ടേ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കെല്ലാം അറിയാം ഒന്നാം വളം രണ്ടാം വളമൊക്കെ ഇടുന്നത്. അപ്പം രാവിലെ തന്നെ അവർ ആ റോഡിലിട്ടാണ് കുഴയ്ക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നോ ഇങ്ങനെ വളം ഇരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഞാൻ മിറ്റമൊക്കെ ഒന്ന് അടിക്കുകയാണ്. കുറച്ച് തേങ്ങ ഇട്ടതൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് മിറ്റം അടിക്കാൻ വേണ്ടി. കാരണം ഇങ്ങനെ തേങ്ങയൊക്കെ ഇടുന്ന വളമൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കിടക്കും കേട്ടോ. അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ട് വേണം നമുക്ക് മുറ്റം അടിക്കാൻ. അന്നേരം രാവിലെ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. ഇപ്പം നല്ല വെയിലാണല്ലോ. അന്നേരം ഒരു 7 മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ട് മുറ്റത്തൊക്കെ. അന്നേരം നമുക്കിപ്പം മുറ്റമൊക്കെ അടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഇലകളാണ് കേട്ടോ. ഇപ്പോൾ ഇല കൊഴിയുന്ന ഒരു സമയമാണല്ലോ. അപ്പം 2 നേരം മുറ്റം അടിക്കണം. ഞാൻ രാവിലെയും വൈകിട്ടും അടിക്കും കേട്ടോ. അന്നേരം ഇങ്ങനെ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ളതാണല്ലോ. കുട്ടനാടായതുകൊണ്ട് കുറേ മാവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഇലകളുണ്ട് കേട്ടോ. അന്നേരം ഇന്നലെ വൈകിട്ട് ഞാൻ അടിച്ചിട്ടതാണ്, അതുകൊണ്ടാണ് ഒരുപാട് ഇലകളില്ലാത്തത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ സമാധാനത്തോടെ അടുക്കളയിലോട്ട് കയറിയിട്ട് നമുക്ക് കാപ്പി പരിപാടിയൊക്കെ നോക്കാം. അന്നേരം ഇന്ന് മക്കൾക്ക് സ്കൂളിലൊന്നും പോകണ്ട, അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ജോലികളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ 4 പുറവും അടിച്ച് ഒക്കെ കഴിഞ്ഞ് പെരയ്ക്കകത്ത് കയറി അടുക്കളയിലോട്ട് വന്ന് നമ്മൾ ഈ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നേരം തേങ്ങ അല്ല കരിക്കാണ് ഞാൻ അരച്ചിരിക്കുന്നത് കേട്ടോ. ചോറും പച്ചരിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നതാണ് ഈസ്റ്റ് ഇട്ട് കേട്ടോ. നല്ലവണ്ണം ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാലപ്പത്തിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അന്നേരം നമ്മൾ ഈ തിരിച്ച് മറിച്ച് വിടുന്ന അപ്പം ഇല്ലേ, അതാണ് വെള്ളയപ്പം എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല നിങ്ങളൊക്കെ ഇതിന് എന്താ പറയുന്നതെന്ന്. ചിലർ പാലപ്പം എന്ന് ഇതിന് പറയുന്നതൊക്കെ കേട്ടോ. അന്നേരം ഞങ്ങളിങ്ങനെ റേന്തയുള്ള അപ്പത്തിനാണ് പാലപ്പം എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചിടാത്ത അപ്പം ഇല്ലേ, അതിനാണ്. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ച് വിടുന്ന അപ്പമാണ് കേട്ടോ. ഇതിനകത്ത് കള്ളൊഴിച്ച് നമ്മളുണ്ടാക്കുമ്പം കള്ളപ്പം എന്ന് പറയും കേട്ടോ. അന്നേരം നമ്മളിതാണ് ഇവിടെ ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഒക്കെ ഉണ്ടാക്കുന്നത്. അന്നേരം നമ്മൾ ഇതിനകത്തൊക്കെ 2-3 ചുവന്നുള്ളി ഇച്ചിരി ജീരകവും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ ഈ അപ്പത്തിന് അങ്ങനെ ഒത്തിരി ചുവന്നുള്ളി അരയ്ക്കല്ലേ, 2-3 ചെറിയ ചുവന്നുള്ളി ഒരു ഇച്ചിരി ജീരകവും കൂടെ അരച്ച് ഈ അപ്പം ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലതാണ് കഴിക്കാൻ. വെറുതെ ഈ അപ്പം കഴിക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അന്നേരം നമ്മൾ മിക്കവാറും തേങ്ങയും കരിക്കും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള അപ്പം ഉണ്ടാക്കും കേട്ടോ. അന്നേരം വെറുതെ ഇങ്ങനെ ചൂടോടെ നമുക്ക് ചായയായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അന്നേരം ഞാനിന്ന് ഒരു കിഴങ്ങ് സ്റ്റൂ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ച് കിഴങ്ങുണ്ടായിരുന്നു, അതൊരു സ്റ്റൂടെ വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അപ്പമൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് അപ്പം, ദോശ, ഇഡ്ഡലി, പുട്ട് ഇതൊക്കെ തന്നെയാണല്ലോ. അന്നേരം നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് രാവിലെ. അന്നേരം എന്തായാലും ഒരു പലഹാരം ഉണ്ടാക്കും കേട്ടോ. പലഹാരം ഇല്ലാത്ത ദിവസങ്ങളില്ല. കാരണം മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നു, അല്ലെ വീട്ടിലിരിക്കുവാന്നല്ലേ അവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ടത് കൊണ്ട് നമുക്ക് എന്നും പലഹാരം തന്നെ ഉണ്ടാക്കണം. അങ്ങനെ കൂടുതലും ഇവിടെ ഓടുന്നത് ഈ അപ്പവും ദോശയൊക്കെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വേണ്ട ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു സ്റ്റൂ വെക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേന് ക്യാരറ്റൊന്നുമില്ല കേട്ടോ. 2-3 കിഴങ്ങും ഒരു സവാളയും ഒരു പച്ചമുളകും ഇട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ലതാണ്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും തേങ്ങാപ്പാലും ഒഴിച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്താൽ മതിയല്ലോ. കുറച്ച് പച്ചക്കറിവേപ്പില എടുത്തു കഴിഞ്ഞാൽ സ്റ്റൂ ആകും.
പക്ഷേ അതിനകത്തോട്ട് ക്യാരറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സ്റ്റൂവിന് അല്ലേ. പക്ഷേ ഈ സ്റ്റൂ ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്നേരം നമുക്കെല്ലാം ഇല്ലെങ്കിൽ പോലും നമ്മൾ വീട്ടമ്മമാർ തട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലേ. അന്നേരം നമ്മുടെ അപ്പമൊക്കെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കറി വെക്കാനായിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ വാഷ് ബേസിൻ നിറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അന്നേരം ഉള്ള പാത്രങ്ങൾ കഴുകിയില്ലെങ്കിൽ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് മാറ്റി ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത പാത്രങ്ങളൊക്കെ കയ്യോടെ അങ്ങ് കഴുകി വെക്കുകയാണ്. അല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇരട്ടി പാടാവും കേട്ടോ. ഇങ്ങനെ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അന്നേരം എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസം നമ്മുടെ ഗീത ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണയുടെ സംസാരം കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ കുട്ടനാട്ടിൽ വന്നില്ലെങ്കിലും കുട്ടനാട്ടിലെ കാര്യങ്ങളെല്ലാം കാഴ്ചകളെല്ലാം ഈ വീഡിയോയിൽ കൂടി കാണാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമെന്ന് അതുപോലെ V2 പ്രിൻസസ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കേട്ടോ. ചിലപ്പോൾ ഞാൻ ഓർക്കും വ്യൂസ് ഒന്നും ഇല്ലല്ലോ, എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട്. കാരണം ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അല്ലേ. കാരണം നമ്മൾ ഒറ്റയ്ക്കാവുമ്പം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫോണിൻ്റെ സ്റ്റാൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ച് മാറ്റിയും ഒക്കെ വെച്ച് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കുറേ സമയം എടുക്കും അല്ലേ. അപ്പം ഞാൻ ഓർക്കും വ്യൂസ് തീരെ കാണാത്തപ്പോൾ ഓർക്കും വെറുതെ എന്തിനായി കഷ്ടപ്പെടുന്നെന്ന്. പിന്നീട് ഞാൻ നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ കാണുമ്പോൾ ഓർക്കും കേട്ടോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ എന്ന്. അപ്പോഴാണ് വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് ഒരു സന്തോഷമാണ്, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കേട്ടോ. ശരിക്കും പൈസ കിട്ടാൻ തന്നെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ നിങ്ങളുടെയൊക്കെ സ്നേഹവും കമൻറ്റും ഒക്കെ ആണ് എനിക്കിപ്പം കൂടുതൽ സന്തോഷം കേട്ടോ. എന്നല്ലാതെ വ്യൂസ് ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പം നോക്കാറേ ഇല്ല. കാരണം നമ്മുടെ വ്യൂസ് എല്ലാം താഴോട്ട് വന്നു കേട്ടോ. ഇപ്പോൾ ഒട്ടും വ്യൂസ് ഇല്ല എനിക്കിപ്പോൾ. എന്നാലും സാരമില്ല, ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഈ സമയത്ത് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് പച്ചക്കറിവേപ്പില ഇട്ട് കടുക് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്റ്റൂവും അപ്പമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ. ചോറ് വെക്കാനായിട്ട് തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് മക്കൾക്ക് കാപ്പിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ അപ്പമാകുമ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സ്റ്റൂവും ഈ ക്രിസ്തുമസ് തൊട്ട് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും അപ്പം തന്നെയായിരുന്നു. കാരണം നമുക്കിവിടെ പച്ച തേങ്ങ ഇടുന്ന സമയത്ത് നമ്മൾ തേങ്ങ അരിവായിട്ട് അരയ്ക്കും കേട്ടോ. പിന്നെ കുറച്ച് ചോറോ കുറച്ച് അവലോ ഒക്കെ അരച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കള്ളൊഴിച്ച് ഞങ്ങൾ ഈ അപ്പം ഉണ്ടാക്കാറുണ്ട്, കള്ളപ്പം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിന് നമുക്ക് ബീഫിൻ്റെ സ്റ്റൂ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഈ സമയത്ത് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് ഒന്ന് ഊതി കത്തിക്കുവാണ് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ മണ്ണെണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി പാടാണ് ഒന്ന് കത്തി വരാൻ വേണ്ടി. എന്നാലും നമുക്ക് ഉണക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഉണങ്ങി കിടക്കുകയാണല്ലോ. അന്നേരം ഞാൻ അതൊക്കെ ഒന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ എടുത്ത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അന്നേരം വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അരിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ വറ്റയാണ്. ഒത്തിരി വലിയ വറ്റയല്ല, ഇടത്തരം വറ്റയാണ് കേട്ടോ. അന്നേരം ഞാൻ ഓർത്തു തേങ്ങ വറുത്തരച്ചിട്ട് ഇന്നൊരു മീൻകറി വെക്കാമെന്ന്. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടമാണോ തേങ്ങ വറുത്തരച്ച മീൻകറി? ഞാൻ അങ്ങനെയൊന്നും വെക്കാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി അങ്ങനെ വെക്കാമെന്ന്. എന്നും നമ്മൾ ഒരേ രീതിയിൽ തന്നെയല്ലേ വെക്കുന്നത്. അന്നേരം നമ്മുടെ സ്റ്റൂ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് സമയം ചൂടാക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കടുക് താളിച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ കിഴങ്ങൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയാണ് താമസിച്ചത്. അങ്ങനെ കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അന്നേരം നമ്മുടെ അപ്പവും സ്റ്റൂ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം
മക്കൾക്ക് കാപ്പി കൊടുത്തിട്ട് ബാക്കി പരിപാടിയൊക്കെ. ഈ സമയത്ത് ഞാൻ കുറച്ച് ചായ ഒന്ന് ചൂടാക്കി കേട്ടോ. നല്ല തണുപ്പാണ് നമുക്ക് ഇങ്ങോട്ട്. രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് പണിയൊക്കെ തുടങ്ങിയത്. വീണ്ടും ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നി കേട്ടോ. അങ്ങനെ വേണ്ടി ഞാൻ ഒരു കപ്പ് ചായയൊക്കെ എടുത്ത് വീണ്ടും കുടിക്കുകയാണ്. അന്നേരം എനിക്ക് എപ്പോഴും ചായ കിട്ടിയാൽ ഞാൻ കുടിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ. അത് നമ്മുടെ ശരീരത്തിന് കേടാണെന്നറിയാം, എന്നാലും എന്താ ചെയ്യുക. ഈ തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ചൂട് ചായ, എനിക്ക് ആഹാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ വേണ്ട അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നതേണ്ട അരി ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് തുണിയൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അതൊക്കെ ഈ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞു പോയി കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേണ്ട അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി. അത് കഴിഞ്ഞ് ഞാൻ മക്കൾക്ക് കാപ്പി കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അന്നേരം അപ്പൂസിന് കാപ്പി കൊടുക്കുന്ന സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പം അവൻ്റെ കളി കണ്ടോ, മുഖം പൊത്തി മാറ്റുന്നുണ്ടോ എന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ്. എന്താ ചെയ്യുക, മക്കൾക്കൊന്നും വീഡിയോയുടെ മുന്നിൽ വരാൻ നാണമാണ് കേട്ടോ. നേരത്തെയൊക്കെ അപ്പൂസ് വരുമായിരുന്നു, ഇപ്പോൾ അവനും നാണമായി തുടങ്ങി. പിന്നെ ഞാൻ തേണ്ട കാപ്പി കുടിക്കാനായിട്ട് എടുത്തു കേട്ടോ. അന്നേരം ഞാൻ 2 അപ്പം എടുത്തു. കുറച്ച് സ്റ്റൂവിൻ്റെ ഗ്രേവിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ, എല്ലാ കറിയുടെയും. നിങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ പറയണം കേട്ടോ. അന്നേരം എനിക്കിങ്ങനെ മുങ്ങിക്കിടക്കണം ഗ്രേവി. അങ്ങനെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് തുണി കഴുകാനുണ്ട് കേട്ടോ. ഇപ്പം മക്കളും ചേട്ടനും ഒക്കെ ഊരിയിട്ടിട്ട് പോയതാണ് കേട്ടോ. രാവിലെ മാറിയിട്ടിട്ട് പോകുന്നത് അന്നേരം ഞാൻ കഴുകിയിടും. അന്നേരം എനിക്ക് വാഷിംഗ് മെഷീൻ ഇല്ലയെന്ന് എല്ലാവരും ചോദിക്കും. എനിക്കുണ്ട് കേട്ടോ, വാഷിംഗ് മെഷീനുണ്ട്. എന്നാലും ഞാൻ ഓടി വന്ന് ഈ കല്ലിലോട്ട് വെച്ചങ്ങ് അലക്കും കേട്ടോ. അന്നേരം പെട്ടെന്ന് ഈ കല്ലിൽ അന്നേരം അലക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ ഒരുപാട് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കൊണ്ടിടും കേട്ടോ. അന്നേരം നല്ല തുണികളൊന്നും അതിനകത്ത് ഇടാറില്ല, നമ്മൾ കല്ലിൽ തന്നെയാണ് അലക്കുന്നത് കേട്ടോ. അങ്ങനെ വേണ്ട അലക്ക് കുറച്ച് തുണി ഞാൻ ആദ്യം അലക്കി. പിന്നെ മക്കളുടെ യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് അലക്കിയെടുക്കണം. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് നമ്മൾ അലക്കി അങ്ങോട്ട് ഇടുന്ന പറഞ്ഞാൽ നല്ലവണ്ണം ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമോ ആ സൈഡിലിരിക്കുന്നത്, അതൊക്കെ ഞാൻ വെളിയിൽ വെച്ച് കഴുകുന്നതാണ് കേട്ടോ. അന്നേരം അതൊക്കെ ഒന്ന് കഴുകാനൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമുക്ക് മീനൊക്കെ ഞാൻ വെട്ടുന്നതൊന്നും കാണിക്കുന്നില്ല, വറ്റയാണ് കേട്ടോ. അന്നേരം അതിൻ്റെ പുറത്തൊരു നല്ല കട്ടിയുള്ള മുള്ളുണ്ട്, അത് പോകണം കേട്ടോ. അതൊക്കെ പോയിട്ട് നല്ലവണ്ണം ഒന്ന് തേച്ചൊക്കെ എടുക്കണം. അന്നേരം ഞാൻ വെട്ടിയൊക്കെ കഴിഞ്ഞ് നിങ്ങളെ മീൻകറി വെക്കുന്നതോടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അന്നേരം ഇങ്ങനെ നാട്ടിൻപുറത്തെ നാടൻ വിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുക. പിന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളാണേലും അറിയിക്കണം കേട്ടോ കമൻറ്റിൽ കൂടെ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തന്നെ അറിയിക്കണം കേട്ടോ. അന്നേരം എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അന്നേരം നമ്മൾ തുണിയലക്കൊക്കെ കഴിഞ്ഞു. പിന്നത്തേണ്ട് മീനൊക്കെ വെട്ടി ഞാനകത്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം നമ്മുടെ ചോറൊക്കെ വെന്തിട്ടൊന്നുമില്ല, ഇട്ട് കൊടുത്തിട്ടല്ലേ വെളിയിലോട്ട് പോയി തുണിയൊക്കെ കഴുകിയത്. അങ്ങനെ ഞാൻ ഉപ്പ് പുരട്ടി വെച്ച മീൻ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അന്നേരം ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് നമ്മുടെ അടുക്കളയിലിരുന്ന് തന്നെയാണ്. അന്നേരം നമ്മുടെ ഈ ബാക്ക് വശത്ത് കണ്ടമായതുകൊണ്ട് ഭയങ്കര കിളികളും കാക്കയും ഒക്കെ ഭയങ്കര ചിലയാണ് കേട്ടോ. അന്നേരം അതൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. സാരമില്ലല്ലോ, നമ്മുടെ നാടൻ രീതിയിലാകുമ്പോൾ നമ്മുടെ കാക്കയുടെയും കിളികളുടെ ഒക്കെ സൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം ഞാനതൊന്നും കട്ട് ചെയ്യാൻ പോയില്ല കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഈ മീൻ നല്ലവണ്ണം കഴുകിയെടുക്കുകയാണ്. കാരണം ഉപ്പ് പുരട്ടി അങ്ങ് വെച്ചിരുന്നു, ഇച്ചിരി നേരം ഒന്ന് ഉറയ്ക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ കഴുകിയെടുത്തു, അടച്ചു വെച്ചു. ഇനിയിപ്പോൾ നമുക്കതിന് വേണ്ടി കുറച്ച് തേങ്ങ തിരുമ്മിയെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ വറുത്തിട്ട് അരച്ചാണ് ഞാൻ ഈ മീൻകറി വെക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ മീൻകറി വെക്കാറുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ.
ഇപ്പം നമ്മുടെ വറ്റയൊക്കെ തന്നെ ഞാൻ നല്ലവണ്ണം കഴുകി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങളൊക്കെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം തേങ്ങ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. അതിനകത്തേക്ക് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ തേങ്ങ വറുത്തരച്ച കറി 1-2 പ്രാവശ്യമൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ഓർത്ത് വേറെ കറികളൊന്നും അങ്ങനെ വെക്കുന്നില്ല. കറി തോരൻ വെക്കാനൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ വെക്കുന്നില്ല കേട്ടോ. അന്നേരം അപ്പൂസ് എന്തോ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നതാണ്, ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് മൂത്തില്ല, ഒന്ന് വാടി വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അന്നേരം സാധാരണ നമ്മൾ തീയൽ വെക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഈ മീൻകറി വെക്കുന്നത്. പക്ഷെ നമ്മൾ കുടംപുളി ഇടും, തക്കാളി ഇടും ഇതിനകത്ത് കേട്ടോ. അന്നേരം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഈ കറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധാരണ മുളകിട്ട മീൻകറി തന്നെയാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്നേരം ഞാൻ അതിനകത്തേക്ക് 2-3 ഉലുവായൂട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഉലുവായൂട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ. അന്നേരം ഇത് അയലയാണ് കൂടുതൽ ഇങ്ങനെ തീയൽ വെക്കാൻ എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റെന്ന്. വറ്റ വെച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു, എന്നാലും അയലയാണ് തീയൽ കൂടുതൽ വെക്കാൻ നല്ലത് കേട്ടോ. ഞാൻ നേരത്തെ വെച്ചത് അയലയാണ് ഇങ്ങനെ വെച്ചത്, തീയലല്ല, വറുത്തരച്ച മീൻകറി കേട്ടോ. ഞാനങ്ങ് തീയലെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെ നല്ലവണ്ണം തേങ്ങയൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അന്നേരം നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കും, പിന്നെ മീൻകറിക്കകത്തും മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം നമ്മൾ തീയൽ വെക്കുന്ന പോലെല്ലാം നമ്മുടെ മീൻകറിക്ക് നല്ല എരിവും പുളിയൊക്കെ വേണമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ട് ആറിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചൂടോടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, പക്ഷേ ഞാൻ ആറിക്കഴിഞ്ഞേ അരയ്ക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്ത് മാറ്റി അങ്ങ് വെക്കുകയാണ്. കാരണം നമുക്ക് ഇവിടെ അത്രയും സൗകര്യമില്ലല്ലോ, പാത്രങ്ങൾ ഒരുപാട് നിരത്തി വെക്കാനുള്ളത്. അതുകൊണ്ട് ഇട്ട് കൊടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ ആദ്യമേ തന്നെ ഇത് കടുവൊക്കെ പൊട്ടിച്ചിട്ടങ്ങ് വെക്കുകയാണ്. അവസാനം ഞാൻ കടുവ് പൊട്ടിക്കുന്നില്ല കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ അവസാനമാണേലും ആദ്യമാണേലും നമുക്ക് കടുവ് പൊട്ടിച്ചാൽ മതിയല്ലോ. അന്നേരം ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ചു. അതിനകത്തേക്ക് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലവണ്ണം ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിനകത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. അതിനകത്തേക്കും കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കും കേട്ടോ. അന്നേരം നമ്മൾ ഇതിനൊക്കെ ചെറിയുള്ളി ഒത്തിരി ആകല്ലേ, ഒത്തിരി ആയിക്കഴിഞ്ഞാൽ മധുരിക്കും. ഒരുപാടില്ല കേട്ടോ, കുറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ കടുവ് പൊട്ടി വന്നപ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു, ചതച്ച് വെച്ചത്. പിന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേനും നമ്മൾ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇത് നല്ലവണ്ണം ഒന്ന് തക്കാളിയൊക്കെ അതിനകത്ത് കിടന്ന് ഉടഞ്ഞൊന്ന് വരട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് അതൊക്കെ വഴണ്ടി വരുമ്പോൾ പൊടികളൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി, ഇതിനകത്തേക്ക് എരിവുള്ള മുളക് പൊടിയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി വീണ്ടും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പുളി കുടംപുളി നല്ലവണ്ണം പിഴിഞ്ഞ് ആ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, കാരണം ഞാൻ ഉപ്പ് പുരട്ടി വെച്ചുകൊണ്ട് കുറച്ച് ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ മീനിനകത്ത് ഉപ്പ് ചിലപ്പം പിടിച്ചെങ്കിൽ നമുക്ക് ഒരുപാട് ഉപ്പാകണ്ടല്ലോ. അന്നേരം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ.
അന്നേരം ഇങ്ങനെ മീൻകറി വെക്കുന്നത് ഇഷ്ടമുള്ളവരെല്ലാം ഇങ്ങനെ വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ വെക്കുന്ന മീൻകറിയോട് വലിയ താല്പര്യമില്ല. എനിക്ക് തേങ്ങ അരച്ച് മീൻകറി വെക്കുന്നതും ഇഷ്ടമല്ല. എനിക്ക് നമ്മുടെ സാധാ നാടൻ മുളകിട്ട മീൻകറി ഇല്ലേ, അതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അന്നേരം നമ്മൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പൂടെ ചേർത്ത് കൊടുത്തു. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മുടെ ചെറിയ ചട്ടിയാണ് ഇന്ന് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മീൻ ഉടയാതൊന്ന് തട്ടി പിതുക്കെ ഒന്ന് കൊടുത്തു. അതിനകത്തേക്ക് ആ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ചക്കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. ഈ സമയത്ത് അപ്പൂസ് അവിടെ എന്തൊക്കെയോ ചെയ്യുവാണ്. ടാങ്ക് കലക്കുവോ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ, കുടിക്കുകയൊക്കെയാണ്. അന്നേരം നമ്മുടെ മീൻകറി തന്നെ സെറ്റായിട്ടുണ്ട്, അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം കടുക് താളിച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അന്നേരം ഞാൻ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ തിളച്ച് വന്നപ്പോൾ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അന്നേരം അപ്പൂസിന് വേണ്ട കുഞ്ഞ് കയ്യിലോട്ടൊന്ന് നോക്കാൻ കൊടുക്കുക. അവൻ ഇങ്ങനെയാണ് കേട്ടോ, എന്ത് കറി വെച്ചാലും ഞാൻ അവനാണ് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നത്. അവൻ കറക്റ്റായിട്ട് പറയും കേട്ടോ, എല്ലാം ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ്, ഞാൻ കുറച്ച് ഉപ്പല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നോ, അതുകൊണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.